കേരളത്തിൻ്റെ അകത്ത് 9 പഞ്ചായത്തുകളായിട്ട് ഒരു ഫിഷ് വില്ലേജ്, ഇൻറ്റിഗ്രേറ്റഡ് മോഡൽ ഫിഷ് വില്ലേജ് എന്ന പ്രൊജക്റ്റ് ഉണ്ട്. അത് 60% കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും 40% കേരള ഗവൺമെൻറ്റിൻ്റെയും ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഏകദേശം 7.2 കോടി രൂപ ചെലവഴിച്ചാണ് മത്സ്യമേഖലയിലേക്ക് ഇത്തരത്തിലുള്ള പ്രൊജക്റ്റ് നമ്മൾ ഈ എടക്കയൊരു ഫിഷ് വില്ലേജിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ പ്രൊജക്റ്റിൽ ഉള്ള കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ ഒന്ന് പറയാം. ഒന്ന്, മത്സ്യമേഖലയ്ക്ക് വേണ്ടി ഒരു ഫിഷ് ലാൻഡ് സെൻറ്റർ, ഓൾറെഡി ഒരു ഫിഷ് ലാൻഡ് സെൻറ്റർ ഇവിടെ ഉണ്ട്. അതിപ്പോൾ നിലവിൽ അത് നശിച്ചു കിടക്കുന്ന സാഹചര്യത്തിലാണ്. അതൊന്ന് റിനോവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ധാരാളം മത്സ്യത്തൊഴിലാളികൾ വരുന്ന സ്ഥലമാണ്. അത് മാത്രമല്ല ജൂൺ ജൂലൈ മത്സ്യമുള്ള സമയങ്ങളിൽ ധാരാളം അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ മത്സ്യം മേടിക്കാൻ വേണ്ടി വരുന്ന സ്ഥലം കൂടിയാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് വണ്ടി പാർക്ക് ചെയ്യാനും ബാത്റൂം സൗകര്യമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നിലവിലെ ബാത്റൂം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. അപ്പോൾ ആ ബാത്റൂമിൻ്റെ നവീകരണം, അതുപോലെ തന്നെ ഫിഷ് ലാൻഡിൻ്റെ നവീകരണം, അതുപോലെ തന്നെ ഇവിടെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപയോഗിക്കുന്ന ബോട്ട്, അതിൻ്റെ മെഷീനറി റിപ്പയർ ചെയ്യാനായിട്ട് വളരെയധികം ദൂരം പോകേണ്ടതുണ്ട്. അതിന് റിപ്പയർ സെൻറ്റർ, അത്തരത്തിൽ ഒരു പ്രൊജക്റ്റാണ് ഞങ്ങളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വല വിടുന്നത് മെഷീനാണ്. നമ്മ ഒരാള് ചാടി കിടന്നു കഴിഞ്ഞാൽ അറ്റം പിടിച്ച് ചാടും, വെള്ളത്തിലേക്ക് ചാടും. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കൊള്ളും. നമ്മള് ഇഞ്ചം വെച്ച് റൗണ്ട് ചെയ്തെടുക്കുക ചെയ്യാം. അതെ, വംശനാശം ഒരുപാട്. അത് എന്തൊക്കെ മീനെന്ന് പറഞ്ഞാൽ എല്ലാ മീനും ഉണ്ട്. ചെമ്മീനായാലും ഞാരനായാലും എല്ലാ മീനും വിപണി കുറവാ എന്ന് വെച്ചാല് അതിപ്പോ നമുക്ക് അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് അറിയില്ലല്ലോ. കൂടുതലും അല്ല യന്ത്രവൽക്കരണ ഇതൊക്കെ വരുന്നതിൻ്റെതായിരിക്കാം. ഒരുപാട് അനുകൂലമായിട്ടുള്ള മീൻപിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് അങ്ങനെ ബോട്ടുകൾ, ഇപ്പോൾ വലിയ വലിയ ബോട്ടൊക്കെ പടഞ്ഞാറ് പിടിക്കുമ്പോൾ നമുക്ക് ഈ ചെറുകിട പണിക്കാർക്ക്, നമ്മളെ പോലത്തെവർക്കൊന്നും കരമേൽക്ക് മീൻ വരില്ല. കാരണം അതിനവിടെ തന്നെ പിടിക്കും. പിടിക്കണം. ഇപ്പൊ അതിനെ സംബന്ധമായിട്ട് ഇപ്പൊ തെക്കൻ ജില്ലയിലൊക്കെ അതിന്റെ സമരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും. നിങ്ങൾ അറിയാലോ, ഈ വലാജിക്ക് വല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട്, അത് അടിയും മോളും മുട്ടിയിട്ടുള്ള വലയാണ്. അപ്പൊ അതില് പെട്ട് കഴിഞ്ഞാൽ ഒന്നും പോവില്ല. അല്ലല്ല, അതിങ്ങനെ സാധാരണയായിട്ട് നടക്കണാണ്. അത് മീന് ചെറിയ ചെറിയ മീനുകളെല്ലാം ഭക്ഷിക്കുക. അവര് വെള്ളം തരാം, അവരെ ഭക്ഷണം കഴിച്ചു വെച്ചാൽ ഈ വെള്ളം കുറച്ച് കുടിക്കും അവര്. ഇത് തുലാമാസം പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇവിടെ കരയിൽ വരും. മകരം കുംഭമാസം പെറുക്കുമ്പോ അവര് ചേക്കാറിലിടും, തിരിച്ചു പോകും. മുട്ട ടൈമായി തുടങ്ങിയവർക്ക് അപ്പൊ അവര് മലയിലേക്ക് കയറും. ബാധിക്കാനാ എല്ലാവർക്കും ബാധിക്കണത്. വെള്ളത്തിന് ചൂട് പിടിച്ചാൽ മീനെ കാണാൻ കിട്ടത്തില്ല. മീൻ തറയിലേക്ക് പോവും, ഭൂമിയുടെ അടിയിൽ പോവും, വെള്ളമുള്ള സ്ഥലത്തേക്ക് പോകും മീൻ. അതന്നെ, പാടക്കടലില് പോകും മീൻ. അതെ, നമ്മൾ പോകുന്ന എക്സ്പെൻസ്, അതായത് നമ്മൾ ഇവിടുന്ന് ചേറ്റുവേലി പോകണം. ഇവിടുന്ന് ഏകദേശം ഒരു 12-13 കിലോ 14 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് പോകുന്ന വണ്ടിയുടെ ചെലവ്. അത് എല്ലാവരും ഇവിടെ ഉള്ളതല്ല, അത് കുറെ ആൾക്കാർ ഇവിടുന്ന് പൊന്നാനി മുതൽക്കുള്ള ആൾക്കാരുണ്ട്. അവിടുന്ന് വണ്ടി ഇവിടെ വന്ന് ചേറ്റുവേലി പോകുന്നുള്ള എക്സ്പെൻസ് വണ്ടിയുടെ. അതിന് പുറമെ നമ്മൾ പോകുന്ന മെഷീനിക്ക് എണ്ണ, പെട്രോൾ, മണ്ണെണ്ണ, പിന്നെ നമ്മൾ ഭക്ഷണം, കാര്യങ്ങൾ, ചായം എല്ലാം നമുക്ക് നഷ്ടമാണ്. പോയിട്ടൊന്നും കിട്ടില്ല. അങ്ങനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, നമ്മൾക്ക് കൂടുതൽ ചെറുമീനാണ് പിടിക്കാൻ പോകാറ്. അപ്പോൾ അതെ, നമ്മൾ ഈ പറയുന്ന മീനങ്ങളൊക്കെ തന്നെ കിട്ടുക. ഈ അയില, ചാള, ചെമ്മീൻ, ചൂട, മെത്തള്, വല്ലപ്പോഴൊക്കെ ആവോലി, പിന്നെ അങ്ങനൊക്കെ തന്നെ ഈ കോലി, അങ്ങനത്തെ മീനുകൾ മാത്രമാണ് നമുക്കില്ല. പിന്നെ അതേ വേറെ കണ്ടോ, ഈ ഫിഷിങ് ചിലപ്പോൾ പല വ്യത്യസ്തമായ ഫിഷിങ്ങുകളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വലയും നമ്മൾ പോകുന്ന പണിയത് മാത്രമാണ്. ഈ വല കൊണ്ട് ഇത്ര ഡിസ്റ്റൻസിൽ പോകാൻ പറ്റുള്ളൂ. എത്ര കിലോമീറ്റർ വരെ പോകാൻ പറ്റും? ഇതിലൊരു 10 നോട്ടിക്കലിൻ്റെ ഉള്ളിലൊക്കെ, ഒരു 8 നോട്ടിക്കൽ, 8 പാന്നൊക്കെ പറഞ്ഞാൽ ഒരു 10 ഭാഗത്തിനടുത്തൊക്കെ പോകാൻ പറ്റുള്ളൂ. അതിനുള്ളിലേ പോകാൻ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. അതിന് മേലേക്ക് പോകാൻ വേറെ വല ഉണ്ടാക്കണം. ഓൾറെഡി പണിയില്ല, പണിയില്ലാത്തത് കൊണ്ട് വീട് പുതിയതാക്കുന്നു. പണിയിലാണെങ്കിൽ ആ പഴയ വല വെച്ച് പണിയെടുക്കും.